നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോതപറമ്പ് VVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും ഉച്ചഭക്ഷണ പാചകത്തിനുള്ള പാത്രങ്ങളും മോഷ്ടിച്ച കേസിലെ രണ്ടാം പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. തൃപ്രയാറിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വലപ്പാട് സ്വദേശി മരിച്ചു. കയ്പമംഗലത്തെ ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കോതപറമ്പ് VVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും ഉച്ചഭക്ഷണ പാചകത്തിനുള്ള പാത്രങ്ങളും മോഷ്ടിച്ച കേസിലെ രണ്ടാം പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ആസാം നാഗോൺ ജില്ലാ സ്വദേശിയും നിലവിൽ പി വെമ്പലൂർ വാളൂർ ക്ഷേത്രത്തിന് സമീപം താമസക്കാരനുമായ ഇക്രമുൾ ഇസ്ലാമാണ് പിടിയിലായത്. പ്രതിയെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. സ്കൂൾ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറി സ്റ്റോർ റൂമിന്റെയും അടുക്കളുടെയും പൂട്ട് പൊളിച്ചാണ് പ്രതികൾ മോഷണം നടത്തിയത്. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കായി സൂക്ഷിച്ചിരുന്ന 50 കിലോ വീതമുള്ള 5 ചാക്ക് അരിയും പാചകത്തിനുള്ള വിലപിടിപ്പുള്ള പാത്രങ്ങളും ഉൾപ്പെടെ ഏകദേശം 1 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് പ്രതികൾ മോഷ്ടിച്ചത്. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിരുന്നു. കേസിലെ ഒന്നാം പ്രതിയായ ആസാം ഗായ് ജില്ലാ സ്വദേശി താജുദ്ദീൻ ജൂലൈ 19 അറസ്റ്റിലായിരുന്നു. പി വെമ്പലൂരിലെ ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ച 99.700 കിലോഗ്രാം അരി പോലീസ് കണ്ടെടുത്തിരുന്നു. പിന്നീട് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ തെളിവെടുപ്പിൽ മോഷണ മുതലുകൾ കൂടുതൽ കണ്ടെത്തുകയും ശാസ്ത്രീയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം പ്രതിയായ ഇക്രമുൾ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. SI നസിയ M ഷാഹിബ്, SI സജീവ്, SI രാജി, ASI പ്രജീഷ്, SCPO സനീഷ്, CPOമാരായ സബീഷ്, ബിനിൽ, മിഥുൻ, മുഹമ്മദ് സൻസിൽ എന്നിവരടങ്ങിയ മതിലകം പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതികളെ പിടികൂടിയത്. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. KK വത്സരാജ് ML ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗം PT രാമചന്ദ്രൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് KC ഗംഗ, PTA പ്രസിഡന്റ് KK മണികണ്ഠൻ, SMC ചെയർപേഴ്സൺ KK സീമ, മാതൃസംഘം പ്രസിഡന്റ് CS ശ്രീകല, സ്കൂൾ വികസന സമിതി അംഗം KP ഷാജി, പൂർവ്വ അധ്യാപക പ്രതിനിധി MD സന്തോഷ്, VHSC പ്രിൻസിപ്പൽ AP സിജിമോൾ, വൈസ് പ്രിൻസിപ്പൽ VM ഹനീഫ, മുൻ വൈസ് പ്രിൻസിപ്പൽ J സദക്കത്തുള്ള, LP വിഭാഗം പ്രധാനാധ്യാപിക PP പുഷ്കല, സ്റ്റാഫ് സെക്രട്ടറി KS മനീഷ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളാകെ ഏറ്റവും മികച്ച പശ്ചാത്തല സൗകര്യമുള്ളവ ആയി മാറണം എന്ന ചിന്തയിൽ നിന്ന് കേരളത്തിലെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുണ്ടായി. നമുക്കറിയാം, ഒരു കാലത്ത് കേരളത്തിൽ തന്നെ സമാന്തര വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം ഉണ്ടാവുകയും അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ നാടാകെ തഴച്ചു വളരുകയും ചെയ്ത ഒരു അനുഭവം നമുക്ക് ഏവർക്കും ഓർമ്മയുണ്ടാവും. നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് പറിച്ചു നടുന്ന അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകുന്ന ധാരാളം സംഭവങ്ങൾ അന്ന് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഏറെ വൈകാതെ തന്നെ ആ സമാന്തര വിദ്യാഭ്യാസ രംഗം രക്ഷിതാക്കളും നമ്മുടെ നാടും കരുതിയതുപോലെ വളരെ മികവുറ്റതാണ് എന്ന ചിന്തയിൽ നിന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ വിദ്യാർത്ഥികളെയൊക്കെ തിരിച്ച് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തീർച്ചയായും അതിൻ്റെ പരിമിതികളും പോരായ്മകളും എന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകളിലെ പാശ്ചാത്തല സൗകര്യവും വിദ്യാഭ്യാസത്തിന്
സൗകര്യമൊരുക്കേണ്ട മറ്റ് പൊതുവായിട്ടുള്ള ആവശ്യങ്ങളുടെ പരിമിതികളായിരുന്നു. തൃപ്രയാറിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വലപ്പാട് സ്വദേശി മരിച്ചു. വലപ്പാട് മീൻ മാർക്കറ്റിന് പടിഞ്ഞാറ് തിരുവഴഞ്ചേരി ക്ഷേത്രത്തിനു സമീപം താമസിക്കുന്ന വടശ്ശേരി 64 വയസ്സുള്ള നാരായണൻ ആണ് മരിച്ചത്. മുരിയാന്തോട് സെന്ററിന് സമീപത്ത് വെച്ച് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അപകടം സംഭവിച്ചത്. കൈപ്പമംഗലത്തെ ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. പെരിഞ്ഞനം ആറാട്ടുകടവ് സ്വദേശി പള്ളത്ത് വീട്ടിൽ ഗൗതമിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 5 ചെറിയ ഡെപ്പികളിലായി സൂക്ഷിച്ച 7.7 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തത്. പ്രതിക്കെതിരെ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി അതിമാരക മയക്കുമരുന്നായ ഹാഷിഷ് ഓയിൽ സൂക്ഷിച്ച കുറ്റത്തിന് NDPS നിയമത്തിന് പുറമെ ജുവൈനൽ ജസ്റ്റിസ് ആക്ടിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 കൂടി ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജു, SI രഞ്ജിത്ത്, GSI വിപിൻ, GSI വിപിൻ ദാസ്, SCPOമാരായ പ്രിയ, സുനിൽകുമാർ, തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ SI പ്രദീപ്, CR, GSI ലിജു, ഇയാനി, CPOമാരായ സുർജിത്, സാഗർ, നിഷാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അസുഫ ദർസിന് കീഴിൽ സെപ്റ്റംബർ 11, 12, 13 തീയതികളിൽ പൊന്നാനിയിൽ നടക്കുന്ന മലിക്കുൽ മുളഫർ മജ്ലിസ് പരിപാടിയുടെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസിന്റെയും അലുമിനി ഓഫീസിന്റെയും സൗജന്യ കുടിവെള്ള വിതരണ പദ്ധതിയുടെയും ഉദ്ഘാടനം കൈപ്പമംഗലം ചളിങ്ങാട് നടന്നു. KK വത്സരാജ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉസ്താദ് ജവഹർ സഖാവി അൽ അസ്ഹരി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PS സൈനുദ്ദീൻ, അബ്ദുറഹീം ഹാജി ചളിങ്ങാട്, ഷാനവാസ് ചളിങ്ങാട്, അബ്ദുസമദ് നവൂബി, അഹമ്മദ് ഷാദുലി അഹ്സനി, മുനവർ സഖായി എന്നിവർ സംസാരിച്ചു. ജനകീയ ആരോഗ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന OS സത്യന്റെ അനുസ്മരണ സമ്മേളനം ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. കൈപ്പമംഗലം MLA KK വത്സരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നവലോക ക്രമവും പ്രാദേശിക വികസനവും എന്ന വിഷയത്തിൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് സ്മാരക പ്രഭാഷണം നടത്തും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് TK മീരാബായ് OS സത്യനെ അനുസ്മരിക്കും. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു വിദ്യാലയങ്ങൾക്കുള്ള അവാർഡുകളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു മത്സരവിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും. OS സത്യന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മികച്ച ശുചിത്വ ഹരിത UP വിദ്യാലയത്തിനുള്ള സത്യൻ സ്മാരക പുരസ്കാരവും കേശ് അവാർഡും പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിന് സമ്മാനിക്കും. കൂളിമുട്ടം AM UP സ്കൂളിനും പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിനും യഥാക്രമം 2, 3 സ്ഥാനങ്ങളും ലഭിച്ചു. പെരിഞ്ഞനം SNS UP സ്കൂളിനും അഴീക്കോട് IM UP സ്കൂളിനും പ്രോത്സാഹന സമ്മാനവും ലഭിച്ചു. സമ്മാനാർഹരായ സ്കൂളുകളുടെയും കുട്ടികളുടെയും പ്രതിനിധികൾ ചടങ്ങിലെത്തി സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, അനുസ്മരണ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ NR ഹർഷകുമാർ, വൈസ് ചെയർമാൻമാരായ KS ദിലീപ് കുമാർ, P രാധാകൃഷ്ണൻ, ട്രഷറർ TN തിലകൻ, അക്കാദമിക് കമ്മിറ്റി കൺവീനർ MD ദിനകരൻ, GC രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ IFC കർഷക കൂട്ടായ്മയുടെ ഭാഗമായി കർക്കിടക കഞ്ഞി വിതരണം നടത്തി. CDS ചെയർപേഴ്സൺ CB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഉപസമിതി കൺവീനർ ഫൗസിയ അധ്യക്ഷത വഹിച്ചു. IFC സീനിയർ CRP പ്രിയ ഹരിലാൽ, IFC ആങ്കർ ഷാരി ഗിരീഷ്, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഹസീന റഷീദ്, കുടുംബശ്രീ അസിസ്റ്റന്റ് സെക്രട്ടറി ശശികല, ജനപ്രതിനിധികൾ, IFC കർഷകർ, CDS അംഗങ്ങൾ, PG ഗ്രൂപ്പ് അംഗങ്ങൾ, CDS അക്കൗണ്ടന്റ് സുജിത എന്നിവർ പങ്കെടുത്തു. കാട്ടാനശല്യം രൂക്ഷമായ വനതിരിപ്പള്ളി പഞ്ചായത്തിലെ കവരംപള്ളി നാടാർപ്പാടം പ്രദേശത്ത് സോളാർ വേലി വ്യാപകമായി നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങാതിരിക്കാനുള്ള ഏക പ്രതിരോധ മാർഗമായ സോളാർ വേലിയാണ് പലയിടങ്ങളിലായി നശിപ്പിച്ചത്. റബ്ബർ എസ്റ്റേറ്റുകളുടെയും സ്വകാര്യ വ്യക്തികളുടെയും പറമ്പുകളുടെയും അതിർത്തികളിൽ സ്ഥാപിച്ച സോളാർ വേലി നശിപ്പിച്ചതോടെ കാട്ടാനകൾ പ്രദേശത്തേക്ക് എത്തുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലേക്ക് ഹിറ്റാച്ചി കടത്താൻ വേലി അഴിച്ചിട്ടും ചില സ്ഥലങ്ങളിൽ കമ്പികൾ കൂട്ടിക്കെട്ടിയും വേലിക്ക് മുകളിലൂടെ മരങ്ങൾ മുറിച്ചിട്ടുമാണ് വേലികൾ നശിപ്പിച്ചിരിക്കുന്നത്. മനഃപൂർവ്വം സോളാർ വേലി നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് മലയോര കർഷക സംരക്ഷണ സമിതിയുടെ ആവശ്യം. കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടിയ നാട്ടുകാർ ദിവസങ്ങളായി രാത്രിയിൽ ഒത്തുകൂടിയാണ് ആനകളെ കാടുകയറ്റുന്നത്. ഇതിനിടെ സോളാർ വേലി വ്യാപകമായി നശിപ്പിച്ചതോടെ ആനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് എത്തുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. സ്വകാര്യ ബസ്സിൽ നിന്നും പുറത്തേക്ക് വീണ് യാത്രക്കാരന് പരിക്കേറ്റു. തൃശൂരിൽ നിന്നും പറപ്പൂർ വഴി ചാവക്കാട്ടേക്ക് പോകുന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സുലൈമാൻ
പൂച്ചക്കുന്ന് വളവിൽ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ ബസിന്റെ പിൻവാതിലിന് ചേർന്ന് നിൽക്കുകയായിരുന്ന സുലൈമാൻ വാതിലിലൂടെ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മാസങ്ങൾക്ക് മുമ്പ് പൂച്ചക്കുന്ന് വളവിൽ ബസിൽ നിന്ന് വീണ് യാത്രക്കാരി മരണപ്പെട്ടിരുന്നു. സമാനമായ രീതിയിലുള്ള അപകടം വീണ്ടും ഉണ്ടായതോടെ ഈ വളവിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്നും ബസിന്റെ വാതിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട ആളൂരിൽ പോലീസ് വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച പീടിക്കപ്പറമ്പിൽ ജുവിൻ രാജുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA കൈമാറി. അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന തയ്യിൽ അനന്തകൃഷ്ണന് ചികിത്സാ സഹായം നൽകാനുള്ള സർക്കാർ തീരുമാനം നടപ്പാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിവരങ്ങൾ എത്രയും വേഗം സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് റവന്യൂ ഉദ്യോഗസ്ഥരെ MLA ചുമതലപ്പെടുത്തി. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് നേരെ നരഹത്യക്ക് കേസെടുക്കുകയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ജുവിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ്, വൈസ് പ്രസിഡന്റ് EC ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ, ചാലക്കുടി തഹസിൽദാർ KA ജേക്കബ്, ഡെപ്യൂട്ടി തഹസിൽദാർ KV ആന്റണി എന്നിവരും സന്നിഹിതരായിരുന്നു. BJP ഓഫീസ് കള്ളപ്പണ കേസിൽ സമഗ്ര അന്വേഷണം നടത്തുക, കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രതീകാത്മകമായി പണച്ചാക്കും തലയിലേറ്റി നടത്തിയ പ്രകടനം തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് ഉദ്ഘാടനം ചെയ്തു. സാറമ്മ റോഡ്സൺ അധ്യക്ഷത വഹിച്ചു. TR അനിൽകുമാർ, TM അഖിൽ, ബിനോജ് ഷബീർ, T ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്കൂൾ വിദ്യാർത്ഥിയെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. അഴീക്കോട് CV സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ആസിഫ് ഷാക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. സ്കൂൾ കലോത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനായി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കും വഴിയായിരുന്നു സംഭവം. ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന യുവാവാണ് തന്നെ ആക്രമിച്ചതെന്നും വിദ്യാർത്ഥി പറഞ്ഞു. തലയ്ക്ക് പരിക്കേറ്റ ആസിഫ് ഷായെ കൊടുങ്ങല്ലൂർ ഗൗരി ശങ്കർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള റിപ്പയറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതിൽ അസാധാരണത്വമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനം സംബന്ധിച്ച് ഒരിക്കൽ നടപടിയെടുത്തതാണ്. കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് ലഭിച്ചാൽ അടുത്ത നടപടിക്രമത്തിലേക്ക് നീങ്ങും. അധികാര ദുർവിനിയോഗവും വഴിവിട്ടുള്ള പ്രവർത്തനവും സർക്കാർ അംഗീകരിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. കുന്നംകുളം ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. നൌഷാദിന്റെ വീട്ടിലെ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കു നേരെ പ്രതി ലൈംഗികാതിക്രമം നടത്തിയത്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് പീഡനം പുറത്തറിയുന്നത്. തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുന്നംകുളം SHO SR സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തെങ്ങിൽ നിന്ന് വീണ് കർഷകൻ മരിച്ചു. കരിമത്ര സ്വദേശി തോമസാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. തെക്കുംകര പഞ്ചായത്തിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. 35 വർഷം കരുമാത്ര പാൽ സൊസൈറ്റി പ്രസിഡന്റായിരുന്നു. കരുമത്ര വരടഞ്ചിറ പാടശേഖര സമിതി പ്രസിഡന്റുമായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI പ്രവർത്തകർ ഗുരുവായൂർ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭ ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ജില്ലാ സെക്രട്ടറി M അക്ബർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി സക്കറിയ പൂക്കോട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട്, ജോയിന്റ് സെക്രട്ടറി ഷമീർ ബ്രോഡ്വേ തുടങ്ങിയവർ സംസാരിച്ചു. ബസ് ടെർമിനൽ ഉടൻ തുറന്നു നൽകുക, ചക്കുംകണ്ടം മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക, അനധികൃത കെട്ടിടങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കൊടുങ്ങല്ലൂരിൽ എടവിലങ്ങിൽ വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. എറിയാട് IHRD കോളേജിന് സമീപം വല്ലത്തുപടി വീട്ടിൽ അഷ്കറിന്റെ മകൻ അശ്വാനാണ് മരിച്ചത്. എടവിലങ്ങ് ശിവകൃഷ്ണപുരം ക്ഷേത്രക്കുളത്തിൽ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാനിറങ്ങിയ അശ്വാൻ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് സ്കൂൾ നേരത്തെ വിട്ടിരുന്നു. തുടർന്ന് കൂട്ടുകാരുമൊത്തു പോയതായിരുന്നു അശ്വാൻ.
പീച്ചി മേഖലയിൽ തുടർചലനങ്ങൾ ചെറുതാണെങ്കിലും ദുരന്തമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് MLA കെ രാജൻ പറഞ്ഞു. നാശനഷ്ടങ്ങളുണ്ടായാൽ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകാനാകുമെന്നും MLA ചൂണ്ടിക്കാട്ടി. പീച്ചിയിൽ നടന്ന സംഭവം മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ദ്രുതഗതിയിൽ ആക്കുന്നതിനു വേണ്ടി സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. മാടക്കത്തറ പാടത്ത് നഴ്സറിയുടെ നിറവിൽ നെൽവയൽ നികത്താൻ മണ്ണുമായി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞു. നിരവധി നാളുകളായി നിലനികത്തൽ തുടരുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, കൃഷി വില്ലേജ് ഓഫീസർമാർ എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് നൽകിയ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധത്തിൽ നിന്ന് നാട്ടുകാർ പിന്മാറി. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് സ്കൂളിൽ പഠിപ്പ് മുടക്കാൻ SFI പ്രവർത്തകർ എത്തിയതിനെ തുടർന്ന് സംഘർഷം. SFIയുടെ ആവശ്യം സ്കൂൾ അധികൃതർ അനുവദിച്ചില്ല. തുടർന്ന് പ്രവർത്തകർ ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ക്ലാസ് റൂമുകളിലേക്ക് പ്രകടനമായി നീങ്ങുകയും ചെയ്തു. ക്ലാസ് റൂമുകൾ അടച്ചിട്ട് സ്കൂൾ അധികൃതർ സമരത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. SFI പ്രവർത്തകർ ക്ലാസ് റൂമുകൾ തള്ളി തുറന്ന് വിദ്യാർത്ഥികളെ പുറത്തേക്ക് വിടാനും ശ്രമിച്ചു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. രാത്രി വീടിനകത്ത് കടന്ന മൂർഖൻ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി മാള SI. ബുധനാഴ്ച രാത്രി 9 മണിക്കായിരുന്നു സംഭവം. സുഹൃത്തായ അനൂപിനെയും കുടുംബത്തെയും വീടിനകത്ത് കയറിയ മൂർഖനിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അനൂപിന്റെ സുഹൃത്താണ് സ്റ്റേഷനിൽ എത്തിയത്. സ്ഥലത്തെത്തിയ SI ഫൈസൽ കോറോത്ത് 5 മിനിറ്റിനകം തന്റെ സ്ഥിരം ശൈലിയിൽ മൂർഖനെ ബാഗിലാക്കി വനം വകുപ്പിനെ വിവരമറിയിച്ചു. ഫൈസൽ കോറോത്ത് പോലീസ് സർവീസിനിടെ നൂറുകണക്കിന് പാമ്പുകളെയാണ് പിടികൂടിയിട്ടുള്ളത്. സിനിമ, സീരിയൽ, ഹ്രസ്വചിത്രങ്ങൾ, ഗായകൻ എന്നീ മേഖലകളിലും ഫൈസൽ കോറോത്ത് ശ്രദ്ധേയനാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ട് വിതരണം നടത്തി. മണപ്പുറം ഫൗണ്ടേഷന്റെയും മണപ്പുറം ഹോം ഫിനാൻസ് ലിമിറ്റഡിന്റെയും സാമൂഹ്യ പ്രതിബദ്ധത പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇരാമ്പാടിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ട് വിതരണം ചെയ്തു. കോതകുളം ബീച്ച് സാംസ്കാരിക ലൈബ്രറിയിൽ വെച്ച് നടന്ന ചടങ്ങ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗേലി ഷാജി ഉദ്ഘാടനം ചെയ്തു. KK പ്രഹർഷൻ അധ്യക്ഷത വഹിച്ചു. മഴക്കാലത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യവും ആശ്വാസവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഴക്കോട്ടുകൾ വിതരണം ചെയ്തതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വൈസ് പ്രസിഡന്റ് ഗേലി ഷാജി പറഞ്ഞു. തൊഴിലാളികളുടെ ക്ഷേമത്തിനും സാമൂഹിക ദൃഷ്ടിക്കും പ്രാധാന്യം നൽകുന്ന ഇത്തരം CSR പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ഷിനിത ആഷിഖ്, സോഷ്യൽ വർക്കർ ഗ്രേസ് തോമസ്, തൊഴിലുറപ്പ് മോണിറ്ററിംഗ് സമിതി അംഗങ്ങളായ KR മുരളി, പ്രേംസിരി, ഷാജി കൂക്കപ്പറമ്പിൽ, പ്രകാശൻ, ഏറൻ കിഴക്കാത്ത്, ഷാനവാസ്, തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോതപറമ്പ് VVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് 250 കിലോ അരിയും ഉച്ചഭക്ഷണ പാചകത്തിനുള്ള പാത്രങ്ങളും മോഷ്ടിച്ച കേസിലെ 2ാം പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. തൃപ്രയാറിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വലപ്പാട് സ്വദേശി മരിച്ചു. കയ്പമംഗലത്തെ ഹാഷിഷ് ഓയിലുമായി യുവാവ് അറസ്റ്റിൽ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.